നമസ്കാരം. ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മീൻ അച്ചാറിൽ വെച്ച് വളരെ ടേസ്റ്റിയായ ചൂരമീൻ കൊണ്ടുള്ള അച്ചാറാണ്. ഇത് തയ്യാറാക്കാൻ ഞാൻ നെയ്മീൻ ചൂരയാണ് എടുത്തിട്ടുള്ളത്. ഒരു 500 ഗ്രാം ചൂര കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മീൻ കഴുകുന്ന സമയത്ത് അവസാനമായിട്ട് ഞാൻ ഒരു അല്പം വിനാഗിരി കൂടെ ചേർത്ത് ഒന്ന് കഴുകിയെടുക്കാറുണ്ട്. അപ്പോഴായിരിക്കും നമുക്ക് ആ ചൂരമീനിലൊരു ചോരയുടെ രുചിയും മണവും ഉണ്ടാവും. അത് നല്ലവണ്ണം ഒന്ന് മാറിക്കിട്ടാൻ ഈ വിനാഗിരി കൊണ്ട് കഴുകിയെടുക്കുന്നത് നല്ലതാണ്. പിന്നെ കഴുകി വൃത്തിയാക്കി എടുത്ത ആ ചൂരമീനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത്രയും ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഏറ്റവും നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം നമുക്ക് ഈ മീൻ വറുത്തെടുക്കാനായി. അപ്പോഴായിരിക്കും നല്ലവണ്ണം ആ മീനിലെ ഉപ്പും മുളകും ഒക്കെ പിടിച്ച് കിട്ടുക. ഞാനിപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കൂടുതലായി. ഞാനിപ്പോൾ അത് പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണയാണോ ഇഷ്ടം അതിൽ വറുത്തെടുക്കുക. അതുപോലെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതിയാവും. ഒത്തിരി മുരിഞ്ഞു പോകരുത്. മുരിഞ്ഞു പോയാൽ നമുക്ക് അച്ചാർ തയ്യാറാക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അച്ചാറിൽ ആ ഉപ്പും മുളകും ഒന്നും പിടിച്ച് കിട്ടത്തില്ല, കട്ടിയായി പോയാലേ. അതുകൊണ്ട് മീനൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. ആ രീതിയിലൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് മതിയാകും. ഞാനിപ്പോൾ ഇത് കോരി മാറ്റുകയാണ്. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ മതിയാവും. മീനൊന്ന് വെന്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് ഈ മീൻ മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത മീനിൻ്റെ കൂടെ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനൊരു 7 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതനുസരിച്ച് എടുത്തുകൊള്ളുക. പിന്നെ ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതായി അരിയാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്തുകൊള്ളുക. അതുപോലെ വെളുത്തുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 15-20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില നല്ല നീളത്തിലുള്ളതായതുകൊണ്ട് അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. ഒരു കടായി വെച്ച് നമുക്ക് ആ വറുത്ത മീനിലെ ബാക്കി വരുന്ന എണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിൽ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടെ അച്ചാറിനൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ വറുത്ത എണ്ണയല്ലേ, അതിൽ ആ മുളകും ഉപ്പുമൊക്കെ ഉണ്ടല്ലോ. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ബാക്കി എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ബാക്കി എണ്ണ ഞാൻ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണയാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് തയ്യാറാക്കുമ്പോഴേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഇടുമ്പോൾ ഒന്ന് പതഞ്ഞ് വരും. എന്ന് വെച്ചാൽ നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ചേർന്നതല്ലേ, അതുകൊണ്ട്. ഇതിപ്പോൾ നമ്മളെ എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കടുക് അച്ചാറിന് ചേർക്കാറുണ്ടല്ലോ ചീത്തയാവാതിരിക്കാനായിട്ടേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കടുകിട്ടൊന്ന് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഇതിനെ ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തത്. നിങ്ങൾക്ക് ചെറുതായി അരിയാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ അരിഞ്ഞുകൊള്ളുക. ഇത് നമുക്കൊരു 1-2 മിനിറ്റ് തൊട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതും ചുവന്നൊന്നും പോകണ്ട. നമുക്കതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയാവും. ഇങ്ങനെ നീളത്തിലാവുമ്പോഴേ നമുക്ക് അച്ചാറിലൊന്ന് കടിക്കാൻ കിട്ടും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ. പിന്നെ നമുക്കിതിലേക്ക് ആ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അരിഞ്ഞ് വെച്ചിരുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിൻ്റെ തീ ഒന്ന് ഓഫാക്കുകയാണ്. ഇത് നല്ലവണ്ണം ചൂടായി കിടക്കുന്നതല്ലേ. ഇനി ഇതിലേക്ക് മസാല ചേർക്കാൻ നേരത്ത് ഒത്തിരി ചൂട് വേണ്ട. അതുകൊണ്ട് ഞാൻ ആ തീ ഒന്ന് ഓഫാക്കിയതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ഇതും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ആ മീൻ വറുത്തതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് മീൻ നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരട്ടെ.
ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഉലുവാപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ആ വറുത്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക. ഇതിലിപ്പോൾ ഗ്രേവി അല്പം കുറവാണ്. അപ്പോൾ നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം വെള്ളം തിളപ്പിച്ച് ചേർക്കാവുന്നതാണ്. നല്ലവണ്ണം വെട്ടിത്തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. എത്ര വെള്ളം വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒരു 1-2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ മീനൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അത് മീനൊക്കെ നമുക്ക് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കൊരു 1 മിനിറ്റോ 2 മിനിറ്റ് കൂടെ നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് ഓഫാക്കാം. അപ്പോൾ മീൻ ഇവിടെ നല്ലവണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഒരു ഡിഷിലേക്ക് മാറ്റുകയാണ്. മീനച്ചാറുകളിൽ ഏറ്റവും രുചികരമായ ചൂരമീൻ അച്ചാറാണിത്. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്.